അങ്ങനെ ഫൈനലി സുഹൃത്തുക്കളെ ഞാനുണ്ടല്ലോടാ ഒത്തിരി നാൾ കാത്തിരുന്നിട്ടുണ്ടല്ലോ ഒരു സാധനം വാങ്ങിച്ചിട്ടുണ്ട്. അത് എന്താന്ന് നിങ്ങൾക്ക് കാണണ്ടേ? ഞാൻ കാണിച്ചു തരാം. നോക്കൂ സുഹൃത്തുക്കളെ, അങ്ങനെ ഫൈനലി നമ്മളുണ്ടല്ലോടാ ഒരു PS5 ഗൈസ് ഒരു PS5 Pro ഞാൻ വാങ്ങിച്ചിട്ടുണ്ട്. ദേ ഇരിക്കണോടാ സാധനം. ഗൈസ് ഒത്തിരി നാളുണ്ടല്ലോടാ കാത്തിരുന്ന് വാങ്ങിച്ച സാധനമാണ്. ഒത്തിരി നാള് വെയിറ്റ് ചെയ്തു എന്ന് വെച്ച് കഴിഞ്ഞാൽ ഒത്തിരി നാള് വെയിറ്റ് ചെയ്തിട്ടാണ് നമ്മൾ PS5 Pro മേടിച്ചത്. ആക്ച്വലി ഉണ്ടല്ലോ ഗൈസ് ഇതൊരു ഡ്രീം ആയിരുന്നു. ഫസ്റ്റ് ടൈമാണ് ഞാനൊരു പ്ലേ സ്റ്റേഷൻ വാങ്ങണത്. അത് നമ്മൾ PlayStation 5 Pro തന്നെയായിട്ടാണ് മേടിച്ചത്. അപ്പോൾ ഇത് ആക്ച്വലി ഉണ്ടല്ലോടാ നമ്മുടെ ഇന്ത്യയിലൊന്നും അവൈലബിൾ അല്ലായിരുന്നു. അതുകൊണ്ട് നമ്മൾ പുറത്തുനിന്ന് ഇറക്കിയാണ് നമ്മൾ ഇത് വാങ്ങിച്ചത്. അതുകൊണ്ട് പൈസയൊക്കെ ഉണ്ടല്ലോ കുറച്ച് കൂടുതലായിട്ടുണ്ട്. ഓൾറെഡി നമ്മുടെ ഇന്ത്യയിൽ PS5 അവൈലബിൾ ആണ്. എന്നാലും PS5നെക്കാട്ടും കുറച്ചുകൂടെ പെർഫോമൻസ് ഒക്കെ കൂടുതൽ കിട്ടുന്നത് നമ്മുടെ PS5 Proയിനാണ്. അതുകൊണ്ടാണ് നമ്മൾ PS5 Pro തന്നെ മേടിച്ചത്. അപ്പോൾ ഇന്നത്തെ വീഡിയോ ഉണ്ടല്ലോ നമ്മുടെ PS5 Proയുടെ ചെറിയൊരു അൺബോക്സിംഗ് വീഡിയോ ആണ്. ഈ കണ്ണട അറിയാലോ ഗൈസ്, നമ്മുടെ പ്രോ പ്ലെയർ മോഡ് ആക്ടിവേറ്റ് ചെയ്യണ കണ്ണടയാണ്. ഇതങ്ങ് മാറ്റി വെച്ചേക്കാം. ഇനി പ്രോ പ്ലെയർ മോഡിന്റെ ആവശ്യമൊന്നുമില്ല ഗൈസ്, നമ്മൾ ജസ്റ്റ് PS5 Pro ഒന്ന് അൺബോക്സ് ചെയ്യണുള്ളൂ. ഞാനുണ്ടല്ലോ ഭയങ്കര എക്സൈറ്റഡ് ആണ്. കാരണം ഒത്തിരി നാളെന്ന് പറഞ്ഞാൽ ഒത്തിരി നാളുണ്ടല്ലോ ഗൈസ് വെയിറ്റ് ചെയ്ത് വാങ്ങിച്ച ഒരു സാധനമാണ്. ആക്ച്വലി ഞാൻ ഈ ടൈം ഉണ്ടല്ലോ കഴിഞ്ഞ കൊല്ലം ഈ ടൈമിലുണ്ടല്ലോ ഒരു PlayStation 5 മേടിക്കാന്ന് വിചാരിച്ചതാണ്. അപ്പോഴാണ് അന്നുണ്ടല്ലോ PS5 Pro ഇറങ്ങുന്നൊക്കെ പറഞ്ഞിട്ടുള്ള ഒരു റൂമറൊക്കെ വന്നത്. അപ്പൊ ഞാൻ വിചാരിച്ചു PS5 Pro ഇറങ്ങി കഴിയുമ്പോൾ എടുക്കാന്ന്. പക്ഷെ എന്താ സംഭവിച്ചതെന്ന് വെച്ച് കഴിഞ്ഞാൽ PS5 Pro റിലീസായില്ലേ, അപ്പൊ നമ്മുടെ അത് ഇന്ത്യയിൽ ഇറക്കിയിട്ടില്ല. ഇതുവരെയായിട്ട് നമ്മുടെ PS5 Pro ഉണ്ടല്ലോ ഇന്ത്യയിൽ റിലീസ് ചെയ്തിട്ടില്ല. ഇനി കുറച്ച് നാൾ കഴിയുമ്പോൾ മേ ബി ഇന്ത്യയിൽ റിലീസ് ചെയ്യാം. പക്ഷെ കറന്റ് ഉണ്ടല്ലോ PS5 Pro ഇന്ത്യയിൽ അവൈലബിൾ അല്ല. അപ്പോ നമുക്കാണെങ്കിൽ ഉണ്ടല്ലോ ഗൈസ് ഇത് വാങ്ങാനുള്ള ഒരു ഓപ്ഷൻ ഉണ്ടായില്ല. അങ്ങനെ ഒത്തിരി നാളുണ്ടല്ലോ തേടി കണ്ടുപിടിച്ച് ഒരു സാധനം നമ്മൾ പുറത്തുനിന്ന് ഇറക്കിയിട്ടുണ്ട്. ഭയങ്കര സന്തോഷമായി ഗൈസ്. മെയിൻ ആയിട്ടുണ്ടല്ലോ നമുക്ക് PS5 Proയുടെ ആവശ്യമൊന്നും ഉണ്ടായില്ല. PS5 Pro എടുക്കാൻ തന്നെ കാരണം നിങ്ങൾക്ക് അറിയാലോ ഈ കൊല്ലം അവസാനം ഉണ്ടല്ലോ നമ്മുടെ GTA 6 റിലീസ് ആവാൻ ചാൻസ് ഉണ്ട്. സോ GTA 6 നമുക്കുണ്ടല്ലോ ഗൈസ് അടിപൊളിയായിട്ട് കളിക്കണല്ലോ. അതുകൊണ്ട് മാത്രമാണ് PS5 Pro മേടിച്ചത്. അല്ലെങ്കിൽ നോർമൽ PS5 മാത്രം മേടിച്ചാൽ മതി. സോ നമുക്ക് എന്തായാലും ഇതിന്റെ അൺബോക്സിങ് ചെയ്തേക്കാം. അപ്പൊ ഗൈസ് അൺബോക്സ് ചെയ്യാനുള്ള ഉണ്ടല്ലോ സംഭവം ഞാൻ ഇവിടെ റെഡിയാക്കി വെച്ചിട്ടുണ്ട്. അപ്പോ ഇതെവിടെയാണ് പൊട്ടിക്കേണ്ടത്? യെസ്, ഇവിടെ ആയിട്ട് രണ്ട് സാധനം ഉണ്ട് കേട്ടാ. ഇതൊക്കെ ഞാൻ മുറിക്കാൻ പോവാണ്. പിന്നെ കൈ മുറിഞ്ഞാനെ പൊട്ടിച്ചിട്ടുണ്ട് കേട്ടാ. അപ്പോ ഇത് ഓപ്പൺ ചെയ്ത് നോക്കാം ഗൈസ്. PS5 Pro ഫൈനലി സംഗതികൾ എങ്ങനെയുണ്ടെന്നൊക്കെ എനിക്ക് നോക്കണം. ഇത് എങ്ങനെയാണ് സംഭവം? പാക്കേജിംഗ് ഒക്കെ വന്നത്. തുടക്കം തന്നെ നമ്മുടെ കൺട്രോളർ PlayStation 5ന്റെ തന്നെ കൺട്രോളർ ഉണ്ട്. പ്രോയ്ക്ക് കൺട്രോളർ വരുമ്പോൾ വേറെ വ്യത്യാസമൊന്നുമില്ല. ഇതിനുണ്ടല്ലോ ഗൈസ് ഒത്തിരി ഫീച്ചേഴ്സ് ഉള്ള കൺട്രോളറാണ്. ഫസ്റ്റ് ടൈം ആട്ടോ ഗൈസ്, ഫസ്റ്റ് ടൈമാണ് ഞാൻ PS5ന്റെ ഒരു കൺട്രോളർ ഹോൾഡ് ചെയ്യണത്. ഇതിനകത്ത് അഡാപ്റ്റീവ് ട്രിഗേഴ്സ് എന്ന് പറഞ്ഞ സാധനമൊക്കെ ഉണ്ട്. അത് നമുക്ക് ഇതിനകത്ത് സെറ്റപ്പ് ചെയ്യുമ്പോഴാണ് നമുക്ക് കാണാൻ പറ്റുള്ളൂ. ആദ്യമായിട്ടാണ് ഗൈസ്, ഇത്രയും നാൾ കൊണ്ട് ആദ്യമായിട്ടാണ് ഒരു PlayStation 5ന്റെ 4ഉം 3 ഒക്കെ കളിച്ചിട്ടുണ്ട്. പക്ഷെ 5ന്റെ കൺട്രോളർ ആദ്യമായിട്ടാണ് ഞാൻ ഹോൾഡ് ചെയ്യണത്. കൺട്രോളർ ഇതാണ്. ഇത് ഇവിടെ ഇരിക്കട്ടെ. ഒരു കൺട്രോളറായിട്ട് വാങ്ങിച്ചിട്ടുള്ളൂ, എക്സ്ട്രാ കൺട്രോളർ ഒന്നും വാങ്ങിച്ചിട്ടില്ല. പിന്നെ നമുക്ക് ഇതിന്റെ ഒപ്പം ഉണ്ടല്ലോടാ വയ്ക്കാനായിട്ട് സ്റ്റാൻഡ് ഇല്ല. PS5 Pro വയ്ക്കാനായിട്ട് ഇതുപോലത്തെ ഒരു ചെറിയ സ്റ്റാൻഡായിട്ടാണ് തന്നിട്ടുള്ളൂ സോണി. അത് സോണി ഉണ്ടല്ലോ ഗൈസ് ഒരു തേപ്പായി പോയി. പക്ഷെ പറഞ്ഞിട്ട് കാര്യമില്ല, അവർ ഇതാണ് തന്നിട്ടുള്ളൂ. പിന്നെ നമുക്ക് പവർ കേബിൾ ഉണ്ട് ഇത് കണക്ട് ചെയ്യാനായിട്ടുള്ള. ഇത് എനിക്ക് തോന്നുന്നുണ്ടല്ലോ ഗൈസ് നമ്മളെടുത്ത് ഏതോ കൊറിയൻ മോഡലാന്ന് തോന്നുന്നു. അതുകൊണ്ട് ഇതുപോലത്തെ പവർ പ്ലഗ് ആയിട്ടാണ് നമുക്ക് കിട്ടിയേക്കണത്. ഇത് നമുക്ക് ഇതിനകത്ത് എങ്ങനെയെങ്കിലും അഡ്ജസ്റ്റ് ചെയ്ത് വയ്ക്കാൻ പറ്റുമെന്ന് നമുക്ക് നോക്കണം. ഇതും ഇവിടെ ഇരിക്കട്ടെ. പിന്നെ നമുക്ക് ഒരു HDMI കേബിൾ ഉണ്ട്. ഇത് വെച്ചിട്ടാണ് നമ്മുടെ മോണിറ്ററിലായിട്ട് നമുക്ക് സംഭവം കണക്ട് ചെയ്യേണ്ടത്. അപ്പോൾ ഈ സാധനവും ഇവിടെ ഇരിക്കട്ടെ. പിന്നെ നമുക്ക് ഒരു USB കേബിൾ ഉണ്ട് കേട്ടോ. അപ്പോൾ USB കേബിൾ ഇങ്ങനെ ഇവിടെ വയ്ക്കട്ടെ. ഇത് കഴിഞ്ഞ് കഴിഞ്ഞാൽ തുടക്കം ഇത്രയൊക്കെ സാധനങ്ങളവിടെ ഉള്ളൂ. ഇനി നമുക്ക് ഇത് മാറ്റുവാണെങ്കിൽ ഇതിന്റെ അകത്താണ് നമ്മുടെ മെയിൻ ആയിട്ടുള്ള ഐറ്റം ഗൈസ്. അത്യാവശ്യം വെയിറ്റ് ഉണ്ടെന്ന് തോന്നുന്നു ഇതിന്. ഇതാണ് മെയിൻ ആയിട്ടുള്ള കാര്യം ഗൈസ്. PlayStation 5 Pro പെട്ടി നമുക്ക് മാറ്റി വെച്ചേക്കാം. പെട്ടിയുടെ ഉള്ളിലുണ്ടല്ല പിന്നെ എന്തൊക്കെയോ മറ്റേ പേപ്പറും കാര്യങ്ങളൊക്കെ കിടക്കുന്നുണ്ട്. അത് അവിടെ കിടക്കട്ടെ. ഈ സാധനം ഒന്ന് മാറ്റി വെക്കട്ടെ ഞാൻ. ഗൈസ് നീണ്ട നാളത്തെ കാത്തിരിപ്പിന് ശേഷം ഐ ആം സോ എക്സൈറ്റഡ്. എൻ്റെ കൈകാലുകളൊക്കെ വിറയ്ക്കുന്നു. അയ്യോ ചാടിപ്പോവല്ലേട്ടാ. എൻ്റെ മോനെ
ഗൈസ് ഇതാടാ ഐറ്റം PlayStation 5 Pro. ഗൈസ് അങ്ങനെ ഫൈനലി ഇവൻ എൻ്റെ അടുത്ത് തന്നെ എത്തിച്ചേർന്നു. ഒത്തിരി നാളത്തെ കാത്തിരിപ്പിന് ശേഷം. നോർമൽ PS5 ഇത് തമ്മിൽ വ്യത്യാസം എന്താന്ന് ചോദിക്കുകയാണെങ്കിൽ PlayStation 5 Proയിൽ ഇവിടെ 3 വരിയുണ്ട്, നോർമൽ PlayStation 1 വരെയുള്ളൂ തോന്നുന്നു. പിന്നെ ഇതിനകത്ത് 2 TB ഹാർഡ് ഡ്രൈവ് ഉണ്ട്. പിന്നെ ഇതിനകത്ത് CPU ഒക്കെ കുറച്ച് അപ്ഗ്രേഡ് ഉണ്ട്, GPU കുറച്ച് അപ്ഗ്രേഡ് ഉണ്ട്. അത്രയും കാര്യങ്ങളൊക്കെ ഉള്ളൂ. വലിയ കാര്യമായിട്ട് PlayStation 5 വെച്ച് കമ്പയർ ചെയ്യുമ്പോണ്ടല്ലോ ഇതിന് അപ്ഗ്രേഡ് ഒന്നും അത്ര കാര്യമായിട്ട് വന്നിട്ടില്ല. എന്നാലും ഗൈസ് കുറച്ച് പെർഫോമൻസ് എന്തായാലും ഇതിന് കൂടുതൽ കിട്ടും. അതുകൊണ്ടാണ് ഇത് തന്നെ എടുത്തത്. അപ്പോൾ നമുക്ക് എന്തായാലും നമ്മുടെ PlayStation 5 Pro ഉണ്ടല്ലോ എൻ്റെ കയ്യിൽ ഓൾറെഡി ഉള്ള മോണിറ്റർ ആയിട്ടാണ് ഞാൻ കണക്ട് ചെയ്യാൻ പോണത് ഗൈസ്. അപ്പൊ നമ്മുടെ ഉണ്ടല്ലോടാ PS5 നമ്മൾ ഓൾറെഡി കണക്ട് ചെയ്തിട്ടുണ്ട്. ഇത് നമ്മുടെ PS5ന്റെ പവർ കേബിൾ ആണ്, അത് ഓൾറെഡി വെച്ചിട്ടുണ്ട്, കണക്ട് ചെയ്തു. പിന്നെ ഒരു HDMI കേബിൾ അത് നമ്മുടെ മെയിൻ മോണിറ്ററിലായിട്ട് കണക്ട് ചെയ്തിട്ടുണ്ട്. ഇനി നമുക്കുണ്ടല്ലോ ഗൈസ് ഇത് ഒന്ന് നമുക്ക് സ്വിച്ച് ചെയ്യണം. സ്വിച്ച് ചെയ്യാനായിട്ട് നമ്മുടെ ഡിസ്പ്ലേയിൽ തന്നെ ഉണ്ടല്ലോ ഗൈസ് എല്ലാ മോണിറ്ററിലും സ്വിച്ച് ഉണ്ടാവും. നമ്മൾ HDMI 1 കണക്ട് ചെയ്തേക്കണേ. HDMI 1 നമ്മൾ കണക്ട് ചെയ്തിട്ടുണ്ട്. എനിക്ക് തോന്നുന്നു നമ്മൾ PlayStationന്റെ പവർ സ്വിച്ച് ഇതാണ്. ഞെക്കി ഇതെന്താണ് ഇതിനകത്ത് ലൈറ്റ് വന്നല്ല അപ്പത്തേക്കും ഗൈസ്, ഇതിനകത്ത് ലൈറ്റ് തെളിഞ്ഞ്, പക്ഷെ അപ്പത്തേക്കും ഡിസ്പ്ലേയിൽ ഇത് മാറിയെന്ന് തോന്നുന്നു. ഒന്നുകൂടെ നോക്കട്ടെ ഏട്ടാ. ഇങ്ങനെ വെച്ചിട്ട് ഇനി ഇതിലാണ് സ്വിച്ച്. PlayStation ഓൾറെഡി വന്നിട്ടുണ്ടെന്ന് തോന്നുന്നു. HDMI 1 കാണിച്ചാർന്നട്ടാ. ഗൈസ് ഫൈനലി എടാ നമ്മളിത് സെറ്റപ്പ് ചെയ്തിട്ടുണ്ട്. ഇതിനകത്ത് കൺട്രോളറൊക്കെ കാണിക്കണ്ട കേട്ടോ ഗൈസ്. ഇതാണ് PS5 Pro നമുക്ക് കണക്ട് ചെയ്തപ്പോ തന്നെ തുടക്കം കാണിക്കണത്. ഇതെന്താണ് ചെയ്യേണ്ടത്? എനിക്ക് തോന്നുന്നു നമ്മുടെ USB കേബിൾ നമുക്ക് തന്നിട്ടില്ലടാ. ഇതാദ്യം നമുക്ക് ഇതിനകത്തായിട്ട് കണക്ട് ചെയ്യണം കേട്ടോ. ഇത് നമുക്ക് ഇവിടെയായിട്ട് കണക്ട് ചെയ്യാം. എന്നിട്ട് ഇത് നമ്മുടെ കൺട്രോളറിലേക്ക് കണക്ട് ചെയ്ത എന്നിട്ട് ഈ ബട്ടൺ ചേക്കണം. കണ്ട ഗീസ് ഇവിടെ ഇതിനകത്ത് നീ കണ്ട് ഇവിടെ ലൈറ്റ് വന്നേക്കുന്നുണ്ട്, ഒരു മഞ്ഞ ലൈറ്റ്. ഇത് കണക്ട് ചെയ്ത് കഴിഞ്ഞപ്പോ എനിക്ക് തോന്നുന്നു ഇവിടെ PlayStationന്റെ ഒരു സ്വിച്ച് ഇല്ലടാ. ഈ സ്വിച്ചിലായിട്ട് നമ്മൾ ഞെക്കണം തോന്നുന്നു. കണ്ട അവിടെ കാണിക്കണ്ട്. സ്വിച്ചിലായിട്ട് ഞാൻ ഞെക്കി. ഇപ്പൊ റെഡിയായി. കണ്ട ഗൈസ് ഭാഷ കണ്ട ലാംഗ്വേജ് ഒക്കെ വേരിയാണ്. ഇത് കൊറിയനാന്ന് തോന്നണ്ടില്ലേ? അവിടെ നിന്ന് കണ്ട് വരുത്തിച്ചതാടാ സാധനം. അതാണ് നമുക്ക് ഇംഗ്ലീഷ് ആടാ വേണ്ടത്. നമുക്ക് ഇംഗ്ലീഷ് സെലക്ട് ചെയ്യണം കേട്ടോ. ഇംഗ്ലീഷ് യുണൈറ്റഡ് കിങ്ഡമിന്റെ യുണൈറ്റഡ് സ്റ്റേറ്റും ഉണ്ട്. ഏത് സെലക്ട് ചെയ്യണം? യുണൈറ്റഡ് സ്റ്റേറ്റ് നമുക്ക് സെലക്ട് ചെയ്യാം, അതായിരിക്കും നല്ലത്. കണ്ടിന്യൂ വിത്ത് സ്ക്രീൻ റീഡർ ടേൺ ഓൺ. ഓക്കെ കണ്ടിന്യൂ. ഗൈസ് നമുക്കിനി വൈഫൈ മെയിൻ ആയിട്ടും PS5 Pro ഉണ്ടല്ലോടാ നമ്മുടെ എന്താണ് ഗൈസ് ഇന്ത്യയിൽ റിലീസ് ചെയ്യാത്തതിന് കാരണം ഇതിനകത്ത് Wi-Fi 7 ഉള്ളതുകൊണ്ടാണ്. അതുകൊണ്ടാണ് ഇത് കൊമേഴ്ഷ്യൽ Wi-Fi 7 ഉണ്ടല്ലോ മാർക്കറ്റിൽ എന്തോ സ്പെക്ട്രത്തിന്റെ എന്തൊക്കെ വിഷയം കണ്ടാണ് ഇറക്കാത്തത്. പക്ഷെ നമുക്ക് Wi-Fi 7 വെച്ച് ഏത് വൈഫൈയിലാണ് നമുക്ക് കണക്ട് ചെയ്യാൻ പറ്റുന്നത്. കണ്ട എന്റെ വീട്ടിലെ വൈഫൈയിലാണ് ഞാൻ ഈ കണക്ട് ചെയ്യാൻ പോണത് ഗൈസ്. അപ്പൊ നമുക്ക് ഇവിടെ സ്വിച്ചുകളൊക്കെ കാണിക്കുന്നുണ്ട്. ഇവിടെ സെലക്ട്. എനിക്ക് ഇതിന്റെ സ്വിച്ചും കാര്യങ്ങളൊക്കെ എങ്ങനെയാണെന്ന് അറിയില്ല. ഓൾറെഡി എക്സ്ബോക്സിന്റെ ഉണ്ടല്ലോ ഗൈസ്, നമ്മുടെ PC-യുടെ കൺട്രോളർ വെച്ച് ഓൾറെഡി കളിക്കാറുണ്ട്. അപ്പൊ ഏകദേശം സിമിലർ ആണ്. ഞാനപ്പോ എന്റെ വൈഫൈ ആയിട്ട് ഒന്ന് കണക്ട് ചെയ്യട്ടെ ഗൈസ്. അപ്പൊ നമ്മൾ വൈഫൈയിലായിട്ട് കണക്ട് ചെയ്തിട്ടുണ്ട് കേട്ടോ നമ്മുടെ PS5 Pro. അത് കഴിഞ്ഞിട്ട് ഇതെന്താണ് അഡ്ജസ്റ്റ് ഡിസ്പ്ലേ ഏരിയ നമുക്ക് ഇങ്ങനെ ഡിസ്പ്ലേ ഏരിയ കൂട്ടാനും കുറയ്ക്കാനും പറ്റും. മാക്സിമം തന്നെ കിടക്കട്ടെ, അല്ലാണ്ട് എന്താണ് മാക്സിമം തന്നെ കിടക്കട്ടാ. ഓക്കെ എന്നിട്ട് പവർ ഓപ്ഷൻ ഫോർ റെസ്റ്റ് മോഡ് ഇതൊന്ന് പൊക്കി പിടിക്കട്ടെ ഗൈസ്. പൊക്കി വെക്കട്ടെ. ഡിസ്പ്ലേ താഴ്ന്നു ചെയ്തിട്ട് എനിക്കൊന്ന് കറക്റ്റ് ആയിട്ട് കാണാൻ പറ്റുന്നില്ല. പവർ ഓപ്ഷൻ ഫോർ റെസ്റ്റ് മോഡ് ഇതെന്താണ് ചെയ്യേണ്ടത്? ഒപ്റ്റിമൈസ്ഡ് എക്സ്പീരിയൻസ്, ലോ പവർ യൂസ്, കസ്റ്റം, കൺട്രോൾ ദി എമൗണ്ട് ഓഫ് പവർ കൺസ്യൂംഡ് ആൻഡ് ഫ്യൂച്ചേഴ്സ് യുവർ PS5 ക്യാൻ വൈൽ ഇൻ റെസ്റ്റ് മോഡ്. PS5 ഉണ്ടല്ലോ റെസ്റ്റ് മോഡിൽ ഇരിക്കുമ്പോൾ എങ്ങനെയൊക്കെ പവർ യൂസ് ചെയ്യണമെന്നാണ്. ഒപ്റ്റിമൈസ്ഡ് എക്സ്പീരിയൻസ് ആണ് ഓൾറെഡി കിടക്കണം. അപ്പൊ അത് തന്നെ നമുക്ക് കൊടുക്കാം കേട്ടോ. പിന്നെ വേണമെങ്കിൽ നമുക്ക് മാറ്റാലോടാ. അപ്പൊ ഇതും കൊടുത്തിട്ടുണ്ട്. ഇത് നമ്മുടെ സോഫ്റ്റ്വെയർ ലൈസൻസ് എഗ്രിമെന്റ്. ആരും വായിച്ചു നോക്കാത്തൊരു സാധനമാണ്. എന്തായാലും നമ്മൾ ഈ സാധനം ഇത്രയും പൈസ കൊടുത്ത് മേടിച്ച് ഇത് നമ്മൾ എഗ്രി കൊടുക്കാതിരിക്കില്ലല്ലോ. എഗ്രി കൊടുത്തിട്ടുണ്ട്. കൺഫേം. ഇത്രേ ഉള്ളൂ. അപ്ഡേറ്റ് സിസ്റ്റം സോഫ്റ്റ്വെയർ. ഓക്കെ നമുക്ക് ഇന്നൊരു സിസ്റ്റം സോഫ്റ്റ്വെയർ ഇനി അപ്ഗ്രേഡ് ചെയ്യണം. ഓക്കെ അപ്ഗ്രേഡ് അല്ല ഗൈസ്, അപ്ഡേറ്റ് ചെയ്യണം. അപ്ഡേറ്റിന് കൊടുത്തിട്ടുണ്ട്. എനിക്ക് തോന്നുന്നത് QR കോഡ് വെച്ച് സ്കാൻ വേണ്ട. അപ്ഡേറ്റ് ആവട്ടാ. ഗൈസ് 1.3 GB ഉണ്ട് കേട്ടോ നമുക്ക് ഡൗൺലോഡ് ചെയ്യാനായിട്ട്. പെട്ടെന്ന് തന്നെ ആയിക്കോളും.
യെസ്, പെട്ടെന്ന് തന്നെ ആയിക്കോളൂ കേട്ടോ. അപ്പൊ ഇവിടെ എന്തോ കാണിച്ചിട്ടുണ്ടല്ലോ, ടു ഗെറ്റ് സ്റ്റാർട്ട് വൈൽ യു ആർ വെയിറ്റിംഗ് ആക്സസ് ദിസ് വെബ്സൈറ്റ് ഓൺ യുവർ സ്മാർട്ട് ഫോൺ ബൈ സ്കാനിങ് ദ കോഡ, ക്രിയേറ്റ് ആൻ അക്കൗണ്ട് ഫോർ പ്ലേ സ്റ്റേഷൻ നെറ്റ്വർക്ക്. നമുക്ക് ഇതിനകത്ത് അക്കൗണ്ട് ഒക്കെ ക്രിയേറ്റ് ചെയ്യണം. അത് നമുക്ക് ഇതിനകത്ത് തന്നെ ചെയ്യാന്നല്ല തോന്നുന്നത്. എനിക്ക് ഇതുവരെയായിട്ടും പ്ലേ സ്റ്റേഷനിൽ അക്കൗണ്ട് ഒന്നും ഇല്ല, കാരണം എനിക്ക് ഇതുവരെയായിട്ടും പ്ലേ സ്റ്റേഷൻ ഉണ്ടായിട്ടില്ലല്ലോ. ഇതെന്റെ ഫസ്റ്റ് പ്ലേ സ്റ്റേഷൻ ആടാ. അപ്പൊ ഇതെന്തായാലും ഒന്ന് ഡൗൺലോഡ് ആവട്ടെ. ഗൈസ്, അപ്പൊ നമ്മുടെ ഡൗൺലോഡ് ചെയ്ത് അപ്ഡേറ്റ് ഉണ്ടല്ലോ ഇൻസ്റ്റാൾ ആയിക്കൊണ്ടിരിക്കുകയാണ്. ഇത് ഇൻസ്റ്റാൾ ആവട്ടാ. ഇനി എന്ത് സംഭവിക്കുമെന്ന് നമുക്ക് നോക്കാം. ഇത് കഴിഞ്ഞിട്ട് എനിക്ക് തോന്നുന്ന പ്ലേ സ്റ്റേഷന്റെ നമ്മൾ എന്തോ അക്കൗണ്ട് ഒക്കെ ക്രിയേറ്റ് ചെയ്യണമെന്ന് തോന്നുന്നു. ഇതിനകത്ത് തന്നെ നമുക്ക് ഇപ്പൊ തന്നെ ചെയ്യാൻ പറ്റുമായിരിക്കണം അല്ലേ? എനിക്കൊന്നും അറിയില്ല. ഇതെന്താണ് ഇത് ഡിസ്പ്ലേ മാറിപ്പോയത്? എനിക്ക് തോന്നണേ ഗൈസ് ഇത് ഓഫ് ആയിക്കൊണ്ടാന്ന് തോന്നുന്നു. ഇപ്പൊ റീസ്റ്റാർട്ട് ആയിക്കൊണ്ടിരിക്കല്ലേ, അതുകൊണ്ട് പോയതാണെന്നാണ് എനിക്ക് തോന്നണേ. ഇതെനിക്ക് തോന്നുന്നു ഒത്തിരി തവണ റീസ്റ്റാർട്ട് ആവുമെന്ന് തോന്നുന്നു. ഇപ്പൊ തന്നെ 2 തവണ റീസ്റ്റാർട്ട് ആയിട്ടാ. ഇനി എന്തൊരു തവണ റീസ്റ്റാർട്ട് ആവുമെന്ന് എനിക്ക് അറിയില്ല. ഗൈസ്, ഇതിനകത്ത് ഇപ്പോഴും PS5 എന്നല്ല കാണിച്ചേക്കണേ, PS5 Pro എന്ന് കാണിച്ചിട്ടില്ല. ഇവിടെ 3 വരെയൊക്കെ ഉണ്ട്. PS5 Pro തന്നെ ആയിരിക്കില്ല ഇത്. പെട്ടിയില് PS5 Pro എന്നൊക്കെയാണ് കാണിച്ചേക്കണേ കേട്ടോ. ആയിരിക്കൂടാ. നമുക്ക് അവസാനം ഇതിന്റെ എബോട്ടിലൊക്കെ എടുത്ത് നോക്കാം എങ്ങനെയായിരിക്കുന്നത്. പ്രസ് ദ PS. നമ്മളിത് ഇതിനകത്ത് ഞെക്കണം. വീണ്ടും ഇതിനകത്ത് ലേറ്റ് ഒന്ന് തുടങ്ങിയിട്ടുണ്ട് കേട്ടാ. ഈ ബട്ടണില് ഞാൻ ഞെക്കി കഴിഞ്ഞപ്പോ ഡ്യുവൽസെൻസ് വയർലെസ് കൺട്രോളർ ഡിവൈസ് സോഫ്റ്റ്വെയർ. ഇനിയിപ്പോ ഈ ഡ്യുവൽസെൻസിന്റെ ഉണ്ടല്ലോ ഗൈസ്, ഈ കൺട്രോളറിന്റെ സോഫ്റ്റ്വെയർ കൂടെ നമ്മൾ അപ്ഡേറ്റ് ചെയ്യണം. അപ്ഡേറ്റ് നൗ. എല്ലാം ആയിക്കോട്ടെ ഗൈസ്, എല്ലാം അപ്ഡേറ്റ് ചെയ്തോട്ടെ. പിന്നെ ചിലപ്പോൾ ഞാൻ ചെയ്യാൻ മറന്നു പോകും. ഇപ്പൊ തന്നെ തുടക്കം തന്നെ കണക്ട് ചെയ്തോട്ട് നമുക്ക് എല്ലാം ചെയ്തേക്കാട്ടോ. റീസ്റ്റാർട്ടിങ് യുവർ കൺട്രോളർ. കൺട്രോളറിന്റെ ഗൈസ് ലേറ്റ് മാറി. നേരത്തെ മഞ്ഞ ലേറ്റ് ആയിരുന്നു, ഇപ്പൊ നീല ലേറ്റ് ആയിട്ടുണ്ട്. ടു സൈൻ ആൻഡ് സ്കാൻ QR കോഡ്. ക്രിയേറ്റ് അക്കൗണ്ട് ഗൈസ്. എനിക്ക് തോന്നുന്നത് നമുക്ക് ക്രിയേറ്റ് അക്കൗണ്ട് ഇതിനകത്ത് തന്നെ നമുക്ക് ക്രിയേറ്റ് ചെയ്യാല്ലേ. അല്ലെങ്കിൽ നമുക്ക് പ്ലേ സ്റ്റേഷൻ ആപ്പ് ഉണ്ട്, അതിനകത്ത് വേണമെങ്കിൽ ക്രിയേറ്റ് ചെയ്യാൻ തോന്നുന്നു. എനിക്ക് തോന്നുന്നു അപ്പൊ മൊബൈലിൽ നമുക്ക് ക്രിയേറ്റ് ചെയ്യാം. ഇതിനകത്ത് ഉണ്ടല്ലോടാ ഓരോ സ്വിച്ച് ഒക്കെ സെലക്ട് ചെയ്ത് നമ്മൾ അടിക്കാൻ നേരത്തൊക്കെ ഭയങ്കര പാടായിരിക്കും. നേരെ QR കോഡ് സ്കാൻ ചെയ്താൽ മതി, അതിന്റെ ആപ്പിലായിട്ട് നമുക്ക് നേരെ പോകാൻ പറ്റും. ഗൈസ്, അങ്ങനെയല്ല കേട്ടോ, നമ്മൾ നേരെ പ്ലേ സ്റ്റേഷന്റെ ആപ്പ് ഡൗൺലോഡ് ചെയ്യണം. എന്നിട്ട് അതിനകത്താണ് QR കോഡ് സ്കാൻ ചെയ്യേണ്ടത്. കണ്ടോ, പ്ലേ സ്റ്റേഷന്റെ ആപ്പ് ഡൗൺലോഡ് ചെയ്തിട്ടുണ്ട്. ഇനി ഇതിനകത്ത് നമുക്ക് ഇത് സ്കാൻ ചെയ്യണം. ഗൈസ്, ചെറിയൊരു ചേഞ്ച്, നമ്മുടെ മൊബൈൽ ആപ്പ് ഉണ്ടല്ലോ കറക്റ്റ് ആയിട്ട് വർക്ക് ആവണില്ല. അതുകൊണ്ട് നമുക്ക് ഇതിനകത്ത് തന്നെ അക്കൗണ്ട് ക്രിയേറ്റ് ചെയ്യാം. അതായിരിക്കും നല്ലത്. കൺട്രി ഇന്ത്യ. എനിക്ക് തോന്നണേ പ്രിഫേർഡ് ലാംഗ്വേജ് നമ്മൾ ഇത് ഒറ്റ ഇതായിട്ടോ, നമുക്ക് വേറെ മാറ്റാൻ പറ്റില്ല. ഓക്കെ, നെക്സ്റ്റ്. ഡേറ്റ് ഓഫ് ബർത്തും കാര്യങ്ങളെല്ലാം കൊടുക്കണം. ഇതെല്ലാം ഞാനൊന്ന് കൊടുക്കട്ടെ കേട്ടാ. ഗൈസ്, ഐഡിയും പാസ്വേഡൊക്കെ കൊടുത്ത് സൈൻ ഇൻ ചെയ്തിട്ടുണ്ട്. ഫസ്റ്റ് നെയിം, ഇനി എൻ്റെ ഫസ്റ്റ് നെയിം എനിക്ക് ഇവിടെ അടിക്കണം. ആനന്ദ് ANND ആനന്ദ്. ഡൺ. ഇതിനകത്ത് ഭയങ്കര പാടായിട്ട് നമ്മൾ ഓരോ ഇത് നമ്മൾ ഇങ്ങനെ സെലക്ട് ചെയ്യണം. മറ്റത് ലാസ്റ്റ് നെയിം VM ആനന്ദ് VM. ഡൺ. റിക്കവറി മെയിൽ ഇതൊക്കെ ഞാൻ പിന്നെ കൊടുത്തോളാം ഗൈസ്. നെക്സ്റ്റ് കൊടുത്തിട്ടുണ്ട്. സിറ്റി ഏതാണ്? സിറ്റി നമ്മള് കൊച്ചി. നെക്സ്റ്റ്. റെഡി ആവണ്ടെന്നായിട്ട് എനിക്ക് തോന്നുന്നത്. ഗൈസ്, സെറ്റ്. ഫൈനലി നമുക്കൊരു അവതാർ സെലക്ട് ചെയ്യാൻ കാണിച്ചിട്ടുണ്ട് കേട്ടോ. നമുക്ക് തുടക്കം തന്നെ ഉണ്ടല്ലോ ഗൈസ്, നമ്മുടെ എന്താണ് അക്കൗണ്ടിന് ഒരു പിക്ചർ നമ്മൾ കൊടുക്കണല്ലോ. എനിക്ക് ഏറ്റവും കൂടുതൽ ഇഷ്ടം സ്പൈഡർമാനെയാണ്. നമുക്ക് സ്പൈഡർമാൻ തന്നെ കൊടുത്താലോ. OG സ്പൈഡർമാൻ തന്നെ ഇത് കൊടുക്കാല്ലേ. കുറച്ചുകൂടെ മുറ്റായിട്ടുണ്ട് ഇത്. ദിസ് ഈസ് യു. ഇത് ഞാൻ ഗൈസ്, ഇതാണ് ഞാൻ. ഓക്കെ, നെക്സ്റ്റ്. ഇവിടെ ഒരു ഓൺലൈൻ ID കൊടുക്കണം. ഇതിങ്ങനെ ഞാനൊന്ന് കൊടുക്കട്ടെ കേട്ടോ. യെസ് ഗൈസ്, ID ഒക്കെ ഞാൻ കൊടുത്തിട്ടുണ്ട് കേട്ടോ. നെക്സ്റ്റ്. അത് കഴിഞ്ഞിട്ട് അഡ്ജസ്റ്റ് പ്രൈവസി സെറ്റിംഗ് ബൈ ചൂസിങ് എ പ്രൊഫൈലാ. ടീം പ്ലെയർ. ഇതെന്താ കൊടുക്കണ്ടേ? നോ. സോളോ ആൻഡ് ഫോക്കസ്ഡ്. ഐ കീപ്പ് എ ലോ പ്രൊഫൈൽ ആൻഡ് ചൂസ് സോളോ ആൻഡ് ഫോക്കസ്ഡ് ആണ്. പ്രൈവസി ഇതൊക്കെ നമുക്ക് വീണ്ടും പിന്നെ മാറ്റാൻ തോന്നുന്നു. ഇപ്പൊ നമുക്ക് തൽക്കാലം എന്തായാലും ഇത് അപ്ലൈ കൊടുത്തിട്ടുണ്ട്. ഡേറ്റ കളക്ഷൻ ഇതെന്താ ചെയ്യേണ്ടത്? കൺഫേം ആൻഡ് കണ്ടിന്യൂ. നമ്മുടെ ഡേറ്റ ഒക്കെ എന്തായാലും അവർ കളക്ട് ചെയ്യും. പേഴ്സണൈസ്ഡ് ആഡ് ബേസ്ഡ് ഓൺ യുവർ ആക്ടിവിറ്റി. ഓക്കെ, അത് കുഴപ്പമില്ല. പർച്ചേസ് റെക്കമെൻഡേഷൻ അതും കിടന്നോട്ടെ. ഇമ്പോർട്ടന്റ് ലീഗൽ. ഇതൊക്കെ നമ്മള് എങ്ങനെ ഇതിപ്പോ നമുക്ക് വായിച്ചിട്ട് നമുക്ക് ഇതിനകത്ത് എന്തെങ്കിലുമൊക്കെ അഭിപ്രായ വ്യത്യാസം ഉണ്ടെങ്കിലും നമുക്ക് എഗ്രി കൊടുത്തിട്ട് ഇത് കൺഫേം ചെയ്യണം. കാര്യം നമ്മൾ ഇത്രയും പൈസ കൊടുത്ത് ഇത് വാങ്ങിച്ചതല്ലേ ഗൈസ്, നമുക്ക് ഇത് എഗ്രി കൊടുക്കാതെ ഇരിക്കാനും പറ്റില്ല. എനിക്ക് തോന്നുന്നത്
ഫൈനലി ഇതായി. വെരിഫൈ ചെയ്യണം ഇനി ഇമെയിൽ ഐ ഡി. ഓക്കെ, ഇമെയിൽ ഐ ഡി ഞാൻ വെരിഫൈ ചെയ്യട്ടെ കേട്ടാ ഗൈസ്. അപ്പോ ഇമെയിൽ ഐ ഡി ഇങ്ങനെ വെരിഫൈ ചെയ്തിട്ടുണ്ട് കേട്ടാ. റിക്വയർ എന്താണ് ഇത്? സെക്യൂർ യുവർ അക്കൗണ്ട്. എനിക്ക് തോന്നുന്നുണ്ടല്ലോ യു വിൽ സ്റ്റേ സൈൻഡ് ഇൻ ടു പ്ലേ സ്റ്റേഷൻ 5 നെറ്റ്വർക്ക് അൺലെസ് യു സൈൻ ഇൻ ഔട്ട് ഫ്രം സെറ്റിംഗ്സ്. എനിക്ക് തോന്നുന്നു മൊബൈലിലേക്ക് നമ്മൾ ഒരു പാസ്വേഡ് കൊടുക്കല്ലേടാ, അതുപോലെ നമ്മളിവിടെ 4 ഡിജിറ്റ് കോഡ് എന്തെങ്കിലുമൊക്കെ കോഡ് കൊടുക്കണം. നമുക്ക് അതിന്റെ ആവശ്യം ഇപ്പൊ ഉണ്ടോ? നമുക്ക് കൊടുത്തേക്കാല് അല്ലെങ്കിലും കൊടുത്തേക്കാം ഗെയ്സ്, കൊടുത്തേക്കാം. ഒന്ന് കൊടുക്കട്ടെ ഏട്ടാ. ഓക്കെ ഗെയ്സ്, നമ്മൾ എല്ലാം റെഡി ആക്കിയിട്ടുണ്ട് ഏട്ടാ. ഇനിയെങ്കിലും ഇത് ഓണായിട്ട് വാ. ഓ, കറണ്ട് പോയി. എന്റെ പൊന്നെ, എനിക്ക് തോന്നുന്നത് കറക്റ്റ് നമ്മുടെ സംഭവം ഉണ്ടല്ലോടാ റെഡി ആവാറായപ്പോഴത്തേക്കും കറണ്ട് പോയി ഗെയ്സ്. ഇനി നമുക്ക് കറണ്ട് വന്നിട്ടാണ് ഇത് ചെയ്യാൻ പറ്റുള്ളൂ. എന്തോ അപശകുനം ഉണ്ട്. കറക്റ്റ് ഉണ്ടല്ലോ, നമ്മളിത് സാധനം ഓൺ ആക്കുന്ന ടൈമിൽ കറണ്ട് പോയി. ഇനി നമ്മൾ വീണ്ടും എല്ലാം സെറ്റപ്പ് ചെയ്യേണ്ടി വരും. സെറ്റപ്പ് ചെയ്തെല്ലാം പോവെന്ന് എനിക്കറിയില്ല. എന്തായാലും കറണ്ട് വരട്ടെ കേട്ടോ, നമുക്ക് ഒന്നോ നോക്കാം. അപ്പോ ഗൈസ്, അപ്പോ ആക്ച്വലി ഒരു 10 മിനിറ്റ് കഴിഞ്ഞപ്പോഴത്തേക്ക് നമ്മുടെ കറണ്ട് വന്നിട്ടുണ്ട്. അപ്പോ ഇനിയിപ്പോ ഒന്നോടെ നമുക്ക് ആദ്യം തൊട്ട് സെറ്റപ്പ് ചെയ്യണം. അത് അവിടെ തൊട്ട് തന്നെ കണ്ടിന്യൂ ആയോ മതിയോന്ന് എനിക്കറിയില്ല. സെറ്റപ്പ് ഫുള്ളി കംപ്ലീറ്റ് ചെയ്തിട്ട് ഇത് ഓഫ് ആക്കാമോളൂ എന്നൊക്കെ തുടക്കം എഴുതി കാണിച്ചായിരുന്നു. വെൽക്കം ടു പ്ലേ സ്റ്റേഷൻ 5. ഇനി ആദ്യം തൊട്ട് ചെയ്യേണ്ടതെന്ന് തോന്നുന്നു. നമ്മൾ ചെയ്തത് അവസാനം വരെ നമ്മൾ ചെയ്തായിരുന്നു എന്നാണ് എനിക്ക് തോന്നണേ. വേറൊന്ന്. ഓ ഗൈസ്, ഫൈനലി എത്തി ഗൈസ്. നമ്മൾ പ്ലേ സ്റ്റേഷന്റെ എന്താണ് പറയണത്, ഹോമിലേക്ക് നമ്മൾ എത്തിയിട്ടുണ്ട് കേട്ടാ. ഇവിടെ ആസ്ട്രോ പ്ലേ റൂം സംഭവം ഉണ്ട്. എനിക്ക് തോന്നണേ ഗെയിം ലൈബ്രറി, ആസ്ട്രോ പ്ലേ റൂം, പ്ലേ സ്റ്റേഷൻ സ്റ്റോറ്, പ്ലേ സ്റ്റേഷൻ പ്ലസ്. ഇതെനിക്ക് തോന്നുന്നു വാങ്ങണം ഗൈസ്. ഇതിനകത്ത് ഒത്തിരി ഗെയിംസ് ഉണ്ട്. അല്ലാണ്ട് സിംഗിൾ ഗെയിം വാങ്ങാനാണെങ്കിൽ ഉണ്ടല്ലോ ഭയങ്കര പൈസയാവും നമുക്ക്. ഓ, ഇതിന് കൊടുക്കത്ത പൈസയാലോ ഇതിന്. ഒരു കൊല്ലത്തേട്ട് നമ്മൾ സബ്സ്ക്രിപ്ഷൻ എടുക്കാൻ 7600 രൂപയാവും. ഡീലക്സ് എക്സ്ട്രാ ആണെങ്കിൽ 6700 രൂപയാവും. ഇതിനകത്തുണ്ടല്ലോ ഗെയ്സ്, നമ്മൾ ഈ സബ്സ്ക്രിപ്ഷൻ എടുത്ത് എന്താ ഗുണം എന്ന് വെച്ച് കഴിഞ്ഞാൽ ഇതിനകത്തുണ്ടല്ലോ ഒത്തിരി ലൈബ്രറി ഉണ്ട്. ഈ ഗെയിം എക്സ്ബോക്സ് ഗെയിം പാസിൽ, അതുപോലെ തന്നെ നമുക്ക് ഇഷ്ടംപോലെ ഗെയിംസ് തന്നെ ഇതിനകത്ത് കളിക്കാൻ പറ്റും. ഇപ്പോൾ ഓൾറെഡി എനിക്ക് തോന്നുന്നത് ഇതിനകത്തുള്ളത് നമുക്ക് കളിക്കേണ്ട ആസ്ട്രോ പ്ലേ റൂമാണ്. എനിക്ക് തോന്നുന്നത് ഞാൻ ഇത് നേരെ സെറ്റപ്പ് ചെയ്യുമ്പോഴല്ല, നേരെ ഈ ഗെയിം എന്തോ കളിക്കാൻ വേണ്ടിയാണ് പോണത്. നമ്മുടെ കൺട്രോളറിന്റെ ഈ സംഭവങ്ങളൊക്കെ ഇതിനകത്ത് കാണിച്ചു തരും. സോ നമുക്ക് ഇത് ജസ്റ്റ് ഒന്ന് കളിച്ചു നോക്കാം കേട്ടോ. അപ്പൊ നമ്മുടെ പ്ലേ സ്റ്റേഷനിലെ ആദ്യത്തെ ഗെയിം നമ്മൾ സ്റ്റാർട്ട് ചെയ്തിട്ടുണ്ട്, ആസ്ട്രോ പ്ലേ റൂം. ഇതിന്റെ എന്തൊക്കെയോ ആസ്ട്രോ ബോട്ട് അതിന്റെ സെക്കൻഡ് എന്തൊക്കെയോ ഇറങ്ങിയിട്ടുണ്ട്. അത് നമുക്ക് കളിച്ചു നോക്കാം കേട്ടാ. സ്പീക്കർ ഇല്ലാത്തോണ്ട് നോ ഗൈസ്, ഇതിനകത്തുനിന്ന് സൗണ്ട് കേൾക്കാം. കണ്ട് ഇതിനകത്തുനിന്ന് സൗണ്ട് കേൾക്കണ്ട്. കണ്ടാ, കേക്കണില്ലേ? ആടാ നോ ഗൈസ്, എടാ ഇപ്പൊ അത് കേൾക്കണമെങ്കിൽ നടന്നു പോയില്ലേ. കറക്റ്റ് നമുക്ക് ആ ഫീൽ ഇതിനകത്ത് കിട്ടും കൺട്രോളറില്. നോ വേ ഗൈസ്, എടാ ഇതിനകത്ത് ഈ കൺട്രോളർ വൈബ്രേഷന് ഫീഡ്ബാക്ക് ഒക്കെ ഉണ്ടല്ലോ, ഭയങ്കര രസമാണ്. സ്റ്റാർട്ട് എ ന്യൂ ഗെയിം. നോ, ഇത് നീ പിടിച്ചിട്ട് താഴ്ത്തിട്ട് താഴ്ത്തി വെക്കടാ. എങ്ങനെയുണ്ട്? സെറ്റല്ലേ? ഓക്കെ, സ്റ്റാർട്ട് ന്യൂ ഗെയിം. ഓക്കെ, ഇത് ക്ലോസ് ചെയ്തിട്ട് ഗെയിം കളിച്ചോക്കിട്ട് എങ്ങനെയുണ്ടെന്ന്. ഇതിനകത്ത് സ്പീക്കർ ഉണ്ട് കേട്ടാ. ഇതിനകത്ത് ചെറുതായിട്ട് സൗണ്ട് കേൾക്കാടാ. കണ്ട ഗൈസ്, നിങ്ങൾ കേൾക്കണില്ലേ? ഓ ഗൈസ്, ഈ സാധനമൊക്കെ ഇത് പ്ലേ സ്റ്റേഷൻ അതിന്റെ കൺട്രോളറൊക്കെ ആയിട്ട് അതിനകത്തേക്ക് പോണേ. അത് പോണ ഫീൽ നമുക്ക് കൺട്രോളറിൽ കിട്ടും. എടാ അത് കൊള്ളാം ഗൈസ്. ഇങ്ങനെ ഇപ്പോ ഡ്യുവൽ സെൻസ് കൺട്രോളർ പോയില്ലേ? എടാ ഇതിനകത്ത് അടിപൊളി ഗൈസ്. ഈ സെയിം സാധനം നമുക്ക് ഇവിടെ കിട്ടണ്ടേ. എനിക്ക് തോന്നുന്നത് ഇത് നമ്മുടെ കൺട്രോളറൊക്കെ പരിചയപ്പെടുത്തി തന്നെ കേട്ടോ. അഡാപ്റ്റഡ് ട്രിഗേഴ്സ്. നോ ഗൈസ്, ലെറ്റ്സ് ഗോ. ഞെക്കി പിടിക്കണ. എനിക്ക് നമ്മൾ നെക്സ്റ്റ് അടിക്കണം. ചേട്ടാ ചെക്കി വെക്കിയത് അടിപൊളി. നോക്കിക്കേ, നോക്കി കറക്റ്റ് നമുക്ക് ഇതിനകത്ത് ഫീൽ അങ്ങനെ കിട്ടണില്ലേ. എങ്ങനെയുണ്ട് സാധനം? എങ്ങനെയുണ്ട്? അടിപൊളിയല്ലേ? നെക്സ്റ്റ് അടിക്കണം ഇനി നമുക്ക്. ഓ ഗൈസ്, ഇത് ടച്ച് പാഡാണ്. കണ്ടോ, ഇത് ടച്ച് പാഡ് നമ്മളിങ്ങനെ കാണിക്കുന്നതിന്റെ ഫീൽ ഉണ്ടല്ലോ, നമുക്ക് കൺട്രോളറിൽ കറക്റ്റ് ആയിട്ട് കിട്ടും. കണ്ടാ ഗൈസ്, നമുക്ക് എത്ര കൈ വരെ ടച്ച് ചെയ്യാൻ പറ്റും? രണ്ട് ഫിംഗർ അല്ലേ? 2 ഫിംഗർ. ഇത് നമുക്ക് ഞെക്കാനും പറ്റൂട്ടോ. കണ്ടാ, കൊള്ളാടാ. നെക്സ്റ്റ് മോഷൻ സെൻസർ. എടാ ഇതിന്റെ ഉള്ളിൽ സാധനങ്ങള് ഇപ്പൊ അതിന്റെ ഉള്ളിലിട്ട് എന്തോ സാധനം ചാടി ഇതിന്റെ ഉള്ളിൽ ആ സാധനം ഉള്ളവരെ നമുക്ക് തോന്നുന്നുണ്ട്.
അടിപൊളി. എടാ നീ നോക്കി കുലുക്കി നോക്കിയത് അടിപൊളിയാണ്. ഇതിനുള്ള സംഭവം കിടന്ന് കുലുങ്ങണ പോലെ തന്നെ നമുക്ക് തോന്നുന്നു ഇല്ലേ? കണ്ട കേസ് പോർഷനാണ്. നമ്മളുണ്ടല്ലോ ഇത് തിരിക്കണതിനനുസരിച്ച് അത് തിരിയും. കണ്ടാ ഇത് കൊള്ളാടാ, ഇത് വേറെ ലെവലായിട്ടുണ്ട്. കണ്ട കേസ് ഇത് കുലുക്കണതിനനുസരിച്ച് ഇതിൻ്റെ ഉള്ളിലുണ്ടല്ലോ എന്ത് സാധനം ഉള്ളതെന്ന് നമുക്ക് കറക്റ്റ് ആയിട്ട് തോന്നുന്നുണ്ട്. നെക്സ്റ്റ് മൈക്രോഫോൺ. ഓ ഗൈസ് ഇവിടെ ഒരു മൈക്രോഫോൺ ഉണ്ട് കേട്ടോ ഇതിനകത്ത്. എന്താണ് കാണിച്ചേക്കണേ? ഹലോ ഹലോ ഹലോ. ഓക്കെ ഗൈസ്, അപ്പൊ നമുക്ക് നെക്സ്റ്റ് ഇത്ര ഉള്ളൂട്ടോ നമുക്ക് ഇതിനകത്ത് കാണിച്ചത്. കൊള്ളാടെ ഇതിന്റെ കൺട്രോളർ വേറെ ലെവലായിട്ട്. ഒത്തിരി ആൾക്കാർ ഇതിന്റെ കൺട്രോളറിനെ പറ്റി പറയുന്നുണ്ട്. പക്ഷെ നമുക്കിട്ടില്ല ഗൈസ്, ഇത് കൈ പിടിച്ച് നമ്മൾ ഇതിന് ഇത് കളിച്ചു നോക്കുമ്പോഴാണ് ഇതിന്റെ ഫീൽ നമുക്ക് മനസ്സിലാവുള്ളൂ. ഇനി ഇത് പ്ലേ സ്റ്റേഷൻ, OG പ്ലേ സ്റ്റേഷൻ ആയിട്ട് ഇത് ഒറിജിനല് ഫസ്റ്റ് ഇറങ്ങിയത്. ഫാറ്റ് എഡിഷൻ എന്നൊക്കെ എല്ലാവരും പറയണില്ല അത്. യെസ്, നമ്മളിത് തുടങ്ങിയിട്ടുണ്ട്. നോ കൺട്രോളർ എന്താണ് നമ്മൾ സ്വൈപ്പ് ചെയ്യണം. നോ ഗൈസ്, നമ്മുടെ ആസ്ട്രോബോട്ട് ഇത് എത്തിയിട്ടുണ്ട് കേട്ടാ. കൊള്ളാടാ ഗൈസ്. എനിക്ക് ഇതിനകത്ത് ഉണ്ടല്ലോ ഒരു ക്യാപ്ചർ കാർഡ് വാങ്ങണതിന് ഗെയിം പ്ലേക്ക് റെക്കോർഡ് ചെയ്യാനൊക്കെ ആയിട്ട്. നോ വേ ഗൈസ്. എടാ ഇത് നടക്കണതിന്റെ ഫീലൊക്കെ നമുക്ക് ഇതിനകത്ത് പയ്യെ നൈസായിട്ട് കിട്ടും കേട്ടാ. ചാടിക്കോ, ചാടിക്കോ, ചാടി. എന്താണ് എക്സിനെ നമ്മൾ ഞെക്കി പിടിക്കണം. ഓ നമുക്ക് ഇങ്ങനെ പറഞ്ഞു പോട്ടാ. യോ കൊള്ളാം. ഇതെടുക്കണം ഇങ്ങോട്ട്. ഇതെന്താണ്? ഓ ഇത് നമ്മൾ പൊട്ടിക്കണം. ഓ ഇപ്പറയും അങ്ങനെ തന്നെ നമ്മൾ ചാടി. നോ എടാ നമ്മളെന്തേ? ഓ നമ്മൾ താഴ്ത്തിട്ട് എത്തിയിട്ടുണ്ട് കേട്ടാ. ഇതെന്താ? ഓ ഇതെനിക്ക് ഇടിച്ചു പൊട്ടിക്കണം. ലെറ്റ്സ് ഗോ. ഇവിടുന്ന് എന്താണ്? ഇതെന്താണ്? എന്തോ വയറ് നമുക്ക് കിട്ടിയിട്ടുണ്ട്. ഇത് നമ്മൾ വലിക്കണം എന്ന് തോന്നുന്നു. ഓ ഇത് നമ്മൾ വലിച്ചു പൊട്ടിക്കണം ഗൈസ്. ഇത് വലിക്കണേന്റെ ഇതൊക്കെ നമുക്ക് ഇതിനകത്ത് ഫീല് ചെയ്യൂട്ടാ. ഇത് കൊള്ളാടാ. ഇത് താഴെ എന്തോ സാധനം കിടക്കണ്ടല്ല ഗൈസ്. ഇതിനകത്ത് സൗണ്ട് കേൾക്കാൻ കേട്ടോ. മോണിറ്റർ സ്പീക്കറിലെങ്കിലും നിങ്ങൾക്ക് കേൾക്കാൻ പറ്റുള്ള. ഇങ്ങനെ ഇപ്പൊ മൈക്കിൽ കേൾക്കാൻ പറ്റുള്ള. കേൾക്കാൻ പറ്റുന്നുണ്ടാവും. കൊള്ളടാ കൺട്രോളർ ഗൈസ്. ഇപ്പോഴാണ് ഇത് ശരിക്കും ഇത് വെച്ച് കളിക്കുമ്പോഴേട്ടാ ഒത്തിരി ആൾക്കാർ പറയുന്നുണ്ട് ഇതിനകത്ത് കൺട്രോളർ അടിപൊളിയാണ്, ഇതിനകത്ത് കളിക്കുമ്പോൾ വേറെ ലെവലാണ്. പക്ഷെ നമ്മൾ സ്വയം കളിക്കുമ്പോഴാണ്, ഇത് പിടിച്ച് കളിക്കുമ്പോഴാണ് നമുക്ക് അതിന്റെ ഫീല് മനസ്സിലാവണേ. CPU പ്ലാസ എന്ന് പറഞ്ഞ ഒരു സ്ഥലത്താണ് നമ്മൾ എത്തിയേക്കണത്. അപ്പൊ നമുക്ക് എന്തായാലും അൺബോക്സിംഗ് വീഡിയോ ഇത്ര മതിയില്ല ഗൈസ്. നമുക്ക് എന്തായാലും അൺബോക്സിംഗ് വീഡിയോ ഇവിടെ ചെങ്ങ നൈസായിട്ട് വൈൻഡപ്പ് ചെയ്യാട്ടാ. അപ്പോൾ ഇനി നെക്സ്റ്റ് ഉണ്ടല്ലോ ഗൈസ്, എനിക്കൊരു 4K ഒരു മോണിറ്റർ വാങ്ങണം, എന്നിട്ട് ഒരു ക്യാപ്ചർ കാർഡ് വാങ്ങണം നമ്മുടെ ഗെയിം പ്ലേ ഒക്കെ റെക്കോർഡ് ചെയ്യാൻ വേണ്ടി. പിന്നെ ടേബിൾ കുറച്ച് ചെറുതാണ്, കുറച്ചുകൂടെ വലിയ ടേബിൾ ഇങ്ങനെ നമുക്ക് പണിയിക്കണം. നല്ല പൈസ മുടക്കാണ് ഗൈസ്. എനിക്ക് PlayStation 5 പ്രോയ്ക്ക് ഉണ്ടല്ലോ വന്നത് 77,000 രൂപയായി. ഈ സാധനം നമുക്ക് വാങ്ങണമെങ്കിൽ ഭയങ്കര എക്സ്പെൻസീവ് ആണ്. നിങ്ങൾ ആർക്കെങ്കിലും PlayStation എടുക്കാൻ എന്താണ് ഗൈസ് ഉദ്ദേശിക്കുകയാണെങ്കിൽ PS5 Pro എടുക്കേണ്ട ഒരാവശ്യമില്ല. നോർമൽ PS5 ഒക്കെ ഉണ്ടല്ലോ ഇപ്പോൾ ഓഫറിലുണ്ടല്ലോ ഗൈസ്. 45,000 46,000 രൂപയ്ക്ക് ഡിസ്ക് എഡിഷൻ കിട്ടും, അതെടുത്താൽ മതി. ഞാൻ Pro എടുക്കാൻ കാരണം എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ കുറച്ച് പെർഫോമൻസ് ആണ് കൂടുതൽ കിട്ടുള്ളൂ. പിന്നെ ഒള്ളി റീസൺ പ്രോ എടുക്കാനുള്ള ഒള്ളി റീസൺ നമ്മുടെ GTA 6 ഇറങ്ങണേന്റെ ആണ്. GTA 6 ഉണ്ടല്ലോ ഗൈസ്, എന്തായാലും PS5-നെക്കാട്ടും കുറച്ച് എന്തെങ്കിലുമൊക്കെ ഒരു 10 FPS അല്ലെങ്കിൽ എന്തെങ്കിലുമൊക്കെ കൂടുതൽ നമ്മുടെ PS5 Proയിൽ കിട്ടും VRR എനേബിൾ ചെയ്യുവാണെങ്കിൽ. അപ്പോൾ അതുകൊണ്ടൊക്കെയാണ് മെയിനായിട്ട് PS5 Pro എടുക്കാനുള്ള കാരണം. അപ്പൊ ഗൈസ് ഞാൻ എന്തായാലും നമ്മുടെ PlayStationന്റെ അൺബോക്സിംഗ് വീഡിയോ ഇവിടെ ചങ്ങ് എന്താണ് ഗൈസ് അങ്ങ് വൈൻഡപ്പ് ചെയ്യാണ്. ഇത്രേ ഉള്ളൂ നമ്മുടെ അൺബോക്സിംഗ് വീഡിയോ. കൊള്ളാം, ഒത്തിരി നാളുണ്ടല്ലോ ഗൈസ് കാത്തിരുന്ന് മേടിച്ച സാധനമാണ്. അപ്പൊ ഗൈസ് ഈ ചാനൽ ഉണ്ടല്ലോ, നിങ്ങൾ ആരെങ്കിലും സബ്സ്ക്രൈബ് ചെയ്യാത്തവരുണ്ടെങ്കിൽ ഇപ്പൊ തന്നെ സബ് ചെയ്തോട്ടോ. നമ്മൾ ഇതുപോലത്തെ അൺബോക്സിംഗ് വീഡിയോ വേറെ എന്തെങ്കിലുമൊക്കെ വീഡിയോ ഇടുന്നവർക്ക് ചാനലിൽ വീഡിയോസ് ഒക്കെ ഇടാം. അപ്പൊ ഞാൻ എന്തായാലും ഈ വീഡിയോ ഇവിടെ വൈൻഡപ്പ് ചെയ്യാണ്. ടാറ്റാ ബൈ ബൈ.